ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജി കെ വേഡ് ആൻഡ് PSC യുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാഫി ഇസ്മായിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് ബേസിക് ക്ലാസ്സുകളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രിലിംസ് എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനൽ വഴി നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും എടുത്തു തരുന്നതാണ്. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. പ്രിലിംസ് എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് നോക്കിയേ. 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 560 രൂപയ്ക്ക് വിറ്റാൽ 560 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ. PSC ചോദിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ലാഭശതമാനം എത്രയാണ്, നഷ്ടശതമാനം എത്രയാണ്, ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇവിടെ ലാഭശതമാനമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എത്ര രൂപയാണ്. 560 രൂപയ്ക്കാണ് വിറ്റത്. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 400 രൂപയ്ക്കാണ് വാങ്ങിയത്. അവിടെ തന്നെ 160 രൂപ ലാഭം വന്നു. മനസ്സിലായല്ലോ, 160 രൂപ ലാഭം വന്നു. എന്താണ് പറഞ്ഞത്? രൂപയാണ് ലാഭം വന്നത്. ഓക്കെ, രൂപയാണ് ലാഭം വന്നത്. ഫസ്റ്റ് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. 160 എന്ന ഓപ്ഷനിൽ കാണും, നിങ്ങൾ ഉടനെ ഓപ്ഷൻ 160 എടുത്ത് പറയും, തീർന്നു. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 160 രൂപയാണ് ലാഭം വന്നത്. ഇനി ശതമാനം കണ്ടുപിടിക്കണം. ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ശതമാനം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ശതമാനം കണ്ടുപിടിക്കുന്നത്? നമുക്കൊന്നുമില്ല, നിങ്ങൾ സിമ്പിളാണ്. നമ്മൾ വാങ്ങിയ വില എത്രയാണ്? 400 രൂപയാണ് വാങ്ങിയത്. അതിന്റെ മുകളിൽ എത്രയാണ്? 160 കൊടുക്കുക. എത്രയാണോ ലാഭം ആ വാങ്ങിയ വിലയുടെ മുകളിൽ കൊടുത്താൽ മതി. ഇൻറ്റു 100 ചെയ്യാം. ഈ 2 0 പോവും, 4. ഓക്കെ, 40% ആണ് എന്ത്? ലാഭശതമാനം എന്ന് പറയുന്നത് 40% മനസ്സിലായല്ലോ. ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഈ മോഡലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25,000 രൂപ വിലയുള്ള സാധനം 30,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം. ഇവിടെ ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്രയാണ്? 25,000 രൂപ വിലയുള്ള ഒരു സാധനം 30,000 രൂപയ്ക്ക് വിറ്റാൽ. നമുക്കറിയാം 30,000 രൂപയ്ക്കാണ് വിറ്റത്. എത്ര രൂപയാണ്? 25,000. അവിടെ എത്ര രൂപ ലാഭം കിട്ടി? 5,000 രൂപ ലാഭം കിട്ടി. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് ലാഭം തന്നാൽ, ലാഭമാണ് എന്ന് കണ്ടുപിടിക്കേണ്ടി തന്നാൽ നമ്മൾ എന്താ? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക. നമുക്ക് ലാഭം എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നമുക്ക് അങ്ങനെയല്ലേ. ഒരു കച്ചവടം ആകുമ്പോൾ ഒരു ലാഭം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും. എനിവേ, ഇപ്പൊ ലാഭം നമുക്ക് 5,000 രൂപയാണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ശതമാനം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇനി ശതമാനം കണ്ടുപിടിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം വാങ്ങിയ വില എത്രയാണ്? 25,000 ആണ് വാങ്ങിയ വില. അതിന്റെ മുകളിൽ എന്തിട്ട് കൊടുത്താൽ മതി? നമ്മുടെ ലാഭം ഇട്ട് കൊടുത്താൽ മതി. എത്രയാണ്? 5,000 രൂപ ലാഭം ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടി? ഓക്കെ, 20% കിട്ടും. എത്രയാണ്? 20% എന്ന ആൻസർ കിട്ടും. ഓപ്ഷനകത്ത് നമുക്ക് താഴെ കാണാം, 20% ഓപ്ഷനകത്തുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇനി വേറൊരു മോഡൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരാൾ 30,000 രൂപ വിലയുള്ള ഒരു മേശ 27,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്രയാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നഷ്ടശതമാനം. നമുക്കറിയാം, നേരത്തെ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്, PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടശതമാനം, ലാഭശതമാനം ഒക്കെ ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് കാണാറുണ്ട് നഷ്ടശതമാനം കാണാനും ലാഭശതമാനം കാണാൻ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് നോക്കാം വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ല, നഷ്ടശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ലാഭശതമാനമാണ് ഇതുവരെയും ചെയ്തത്. അപ്പം ഒരു തുക നഷ്ടം കാണുമല്ലോ. ഈ ഒരു ക്വസ്റ്റ്യനിലായിട്ട് ഒരു തുക നഷ്ടം ഉണ്ടായിട്ടിരിക്കും. ആ നഷ്ടത്തുക നമുക്ക് കണ്ടുപിടിക്കണം. എത്രയാണ് വാങ്ങിയ വില? 30,000 രൂപയാണ് വാങ്ങിയ വില. പുള്ളിക്കാരൻ വിറ്റത് 27,000 രൂപയ്ക്കാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി 3,000 രൂപ അവിടെ നഷ്ടം വന്നു. ഇല്ല, ഈ കച്ചവടത്തിൽ പുള്ളിക്കാരന് 3,000 രൂപ നഷ്ടം വന്നു. ഇനി
ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്, നഷ്ടശതമാനം. എന്ത് ശതമാനം കണ്ടുപിടിച്ചാലും അത് നഷ്ടമായിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 3000 രൂപ നഷ്ടമാണെന്ന് മനസ്സിലായി. ഇനി ശതമാനം കണ്ടുപിടിക്കണം. എന്ത് ശതമാനം? നഷ്ടശതമാനം. അതെന്താണെങ്കിലും നമുക്കറിയാം 30,000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്, ഇല്ല? 30,000 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിന്റെ മുകളിൽ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും മുകളിൽ ഇട്ട് കൊടുക്കുക, ഇൻറ്റു 100 ചെയ്യാം. എത്ര വന്നു? 10% എന്ത് വന്നു? ലാഭമാണോ? 10% നഷ്ടമാണോ? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നഷ്ടശതമാനം ആയതുകൊണ്ട് 10% ലാഭമാണ്. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും ഒറ്റ രീതിയിൽ നമുക്ക് ചെയ്യാം. വാങ്ങിയ വിലയുടെ മുകളിൽ അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും മുകളിൽ കൊടുത്താൽ ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? രണ്ട് മോഡൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ മോഡൽ ഒറ്റ ക്വസ്റ്റ്യനൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. 50,000 രൂപ വിലയുള്ള ഒരു അലമാര എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 40,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ നഷ്ടശതമാനമാണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കാണാറുണ്ട് നഷ്ടശതമാനം, ലാഭശതമാനം, പിന്നെ ഡിസ്കൗണ്ട്, കിഴിവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളിൽ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമ്മൾ പറഞ്ഞോണം തന്നെ 50,000 രൂപയല്ലേ എന്ത് വാങ്ങിയ വില. പുള്ളിക്കാരൻ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 40,000 രൂപയല്ലേ വിറ്റത്. അപ്പൊ അവിടെ തന്നെ എത്ര രൂപയുടെ നഷ്ടം വന്നു? 10,000 രൂപയുടെ നഷ്ടം വന്നു. എത്ര രൂപയുടെ നഷ്ടം വന്നു? 10,000 രൂപയുടെ നഷ്ടം വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും എന്ത് ചെയ്താൽ മതി? നമ്മൾ വാങ്ങിയ വില 50,000 രൂപ, അതിന്റെ മുകളിൽ 10,000 ഇട്ട് കൊടുക്കുക. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും മുകളിൽ കൊടുത്ത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എത്ര കിട്ടുമെന്ന് നോക്കാം. 20% എന്ന ആൻസർ കിട്ടും. എത്രയാണ്? 20% എന്ന ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പം PSC നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ലാഭശതമാനം കണ്ടുപിടിക്കുക, നഷ്ടശതമാനം കണ്ടുപിടിക്കുക. എന്താണെങ്കിലും ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളു സംഭവം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലാഭശതമാനവും നഷ്ടശതമാനവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50,000 രൂപ വിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഓക്കെ, ലാഭശതമാനം, നഷ്ടശതമാനം അതൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിസ്കൗണ്ട് അഥവാ കിഴിവ് എന്നൊക്കെയാണ് PSC ചോദിക്കാറുള്ളത്. ഓക്കെ, ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മക്കളെ, ഇതൊക്കെ എന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 50,000 രൂപയാണ് പരസ്യവില. ആദ്യം നമുക്കറിയാം പരസ്യവില എത്രയാണ്? 50,000 രൂപ. 45,000 രൂപയ്ക്കാണ് കൊടുത്തത്. അവിടെ എത്ര രൂപയുടെ വ്യത്യാസം വന്നു? 5,000 രൂപയുടെ വ്യത്യാസം വന്നു. വ്യത്യാസം കിട്ടിയല്ലോ. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 5,000 രൂപയാണ് ഡിസ്കൗണ്ട്. ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. രൂപ എത്രയാണ്? 5,000 രൂപ ഡിസ്കൗണ്ട്. എന്ത് ചെയ്താൽ മതി? 50,000 രൂപ വിലയുള്ള അലമാര എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? അപ്പം 50,000ന്റെ മുകളിൽ നമുക്ക് എത്രയാണോ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് 5,000 രൂപ ഇൻറ്റു 100 ചെയ്താൽ നമ്മുടെ ആൻസർ റെഡി. 10%. ഓക്കെ, താഴോട്ട് പോയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുമില്ല, ഡിസ്കൗണ്ട് ആണെങ്കിലും കിഴിവാണെങ്കിലും ഇത്രയും ചെയ്താൽ മതി. 50,000 രൂപ പരസ്യവില, എത്ര രൂപയാണെങ്കിലും പരസ്യം കൊടുത്തോട്ടെ. 50,000 രൂപ വിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്കാണ് കൊടുത്തത്. ഇല്ലേ? 5,000 രൂപ അവിടെ എന്ത് ചെയ്ത് കൊടുത്തു? ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു. 5,000 രൂപ എത്ര ശതമാനമാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആ 5,000 രൂപ എത്ര ശതമാനമാണ്? 50,000ന്റെ എത്ര ശതമാനമാണ് 5,000? അത് 10 ആണ്. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് നോക്കാം. സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പഠിച്ചിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ലെവല് കുറച്ച് ക്ലാസ്സുകളാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുക. എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, വരും ദിവസങ്ങളിൽ ഇനി ഒരുപാട് അഡ്വാൻസ് ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ്. എൻ്റെ പേര് ഷാഫി ഇസ്മായിൽ. ഓക്കെ, അപ്പം പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അൺഅക്കാഡമി ഫ്രീ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഇതിന്റെ പിന്നിലായിട്ട് ഉണ്ടാവുന്നതാണ്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കേരള PSC എന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSC എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക കേട്ടോ. താഴെ കൊടുത്താൽ മതി, ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനിടയ്ക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.